അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും പുരോഹിതന്മാരും അനേകം ഭർത്താക്കന്മാരും നിന്നെ ഉപേക്ഷിച്ചാലും നിന്നെ സൃഷ്ടിക്കുകയും നിനക്ക് രൂപം നൽകുകയും ചെയ്ത കർത്താവായ ഞാനാണ്. ഇത് വീണ്ടും തെളിയിക്കുന്ന സക്കറിയ പുരോഹിതനോടെയുള്ളൊരു ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നമുക്ക് നോക്കാം. ഇതെല്ലാം സ്ത്രീകളുടെ സമത്വം, ഭാര്യ ഭർത്താവ് ബന്ധ ജീവിതത്തിൽ ഏക ഭാര്യ ഭർത്തൃ ബന്ധമേ പാടുള്ളൂ എന്ന് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ദൈവം അസന്നിഗ്ധമായി വെളിവാക്കിയിരിക്കുന്ന ഒരു തിരുവചനത്തിൻ്റെ മഹാരഹസ്യമാണിത്. അത് നമുക്ക് വായിക്കാൻ ലൂക്ക 1:9. പുരോഹിത വിധി പ്രകാരം കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം സമർപ്പിക്കാൻ സക്കറിയായ്ക്ക് കുറി വീണു. ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലതുവശത്ത് നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു. അവനെ കണ്ട സക്കറിയ അസ്വസ്ഥനാകുകയും ഭയപ്പെടുകയും ചെയ്തു. ദൂതൻ അവനോട് പറഞ്ഞു, സക്കറിയ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും. അനേകർ അവൻ്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. വീഞ്ഞോ മറ്റു ലഹരിപാനങ്ങളോ അവൻ കുടിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. പിതാക്കന്മാരുടെ ഹൃദയങ്ങൾ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിൻ്റെ മുമ്പേ പോകും. സക്കറിയ ദൂതനോട് ചോദിച്ചു, ഞാനിത് എങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞോളുമാണ്. ദൂതൻ മറുപടി പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. നിന്നോട് സംസാരിക്കാനും സന്തോഷകരമായ വാർത്ത നിന്നെ അറിയിക്കാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ ഈ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായിത്തീരും. ഇവ സംഭവിക്കുന്നവരെ സംസാരിക്കാൻ നിനക്ക് കഴിയുകയില്ല. ഹല്ലേലൂയ. നമ്മളിവിടെ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നറിയോ? സക്കറിയ പുരോഹിതൻ മൂകനായി തീർന്നു. കാരണം അന്നത്തെ കാലത്ത് അനേകം സ്ത്രീകളെ ഭാര്യമാരായി സ്വീകരിക്കാമായിരുന്നു. അപ്പം ദൂതനിവിടെ അത് ആവർത്തിച്ച് പറഞ്ഞു, നിൻ്റെ ഭാര്യ എലിസബത്തിലാണ് സംഭവിക്കുക. അപ്പം ആഗ്രഹത്തിൻ്റെ മൈന്യൂട്ട് അവസ്ഥ എങ്കിലും ഹൃദയതലത്തിലുണ്ട് എങ്കിൽ വരുന്ന അനർത്ഥത്തിൻ്റെ ഒരു ഭാഗം കണ്ടോ? ആ കാലഘട്ടം മുഴുവനും ആ ദൈവത്തിൻ്റെ പ്രവൃത്തി പൂർത്തിയാകുന്നതോടെ വരെയും സക്കറിയായ്ക്ക് മൂകനായിരിക്കേണ്ടി വന്നു. അപ്പോൾ ഏക ഭാര്യ ഭർത്തൃ ബന്ധത്തെയും ജീവിതത്തിൻ്റെ വിശുദ്ധിയെയും എത്രമാത്രം പവർഫുള്ളായിട്ടാണ് ദൈവം അത് കരുതുകയും നമ്മളോട് സൂക്ഷിക്കാനായി പറയുകയും ചെയ്യുന്നതെന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം സ്ത്രീക്ക് പരിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ തുല്യസ്ഥാനം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ദൈവിക പദ്ധതി ഒരു മനുഷ്യന് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയാണിത്. നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ദൈവവേലയിൽ എല്ലാവരും പങ്കാളിയാകുക. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ.